ആഫ്റ്റർ 10 days ഐ ആം ബാക്ക് ടു കോളേജ്. അവന്മാരും കാണുമല്ലോ എവിടെയെങ്കിലുമൊക്കെ. അപ്പൊ വി ആർ ബാക്ക് ടു കോളേജ് എന്ന് വേണം പറയാൻ. അടിയോ? ഇതെന്താ സ്ലോ മോഷനോ? കൃഷ്ണ, ഡാ കൃഷ്ണ. എടാ, നിങ്ങളൊക്കെ ഈ കോളേജിനെ പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഈ കോളേജിൽ ചില റെപ്യൂട്ടേഷൻസ് ഒക്കെ ഉണ്ട്. നിന്നെയൊക്കെ സസ്പെൻഡ് ചെയ്ത 10 ദിവസം ഇവിടെ എന്തൊരു സമാധാനമായിരുന്നെന്ന് അറിയോ? ഇപ്പൊ അതെ വന്നു കയറി വട രണ്ടു കൂട്ടരും കൂടെ പിന്നെ അടിയാ. നിങ്ങളൊക്കെ അടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ ഫീസ് തന്ന് ഇങ്ങോട്ട് വരുന്നത്? സാർ, ഇത്തവണ ആദ്യം അടി തുടങ്ങിയത് അവനാണ്, ഞാനല്ല. ഞാനോ? എപ്പോ? ലൈഫിൽ ടെൻഷൻ എതിർക്ക്. കൃഷ്ണ, നീ എന്താ കാര്യം പറയാതെ പാട്ടും പാടിക്കൊണ്ട് നിൽക്കുന്നേ? അവൻ പറഞ്ഞത് കേട്ടില്ലേ? അജിത്തിന് ആദ്യം കയറി തല്ലിയത് നീയാണോ? അത് ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ തന്നെയാ അവൻ ആദ്യം തല്ലിയത്. സാറ് കേട്ടല്ലോ. ഇനി അടുത്ത സസ്പെൻഷൻ അവൻ ഒറ്റയ്ക്ക് അങ്ങ് അടിച്ചു കൊടുത്തേച്ചാ മതി, എന്നെ നോക്കണ്ട. എങ്ങനെ? മോനെ അജിത്തെ, ഇപ്പൊ ഈ കഴിഞ്ഞ അടിക്കുള്ള സിറ്റുവേഷൻ നീ ആയിട്ട് ഉണ്ടാക്കിയതാ. പല തവണ ഞാൻ നിന്നോട് പറഞ്ഞു വേണ്ടെന്ന്, നീ കേട്ടില്ല. അതുകൊണ്ട് തന്നെ സാർ ഞാൻ കയറി ഇടപെട്ടത്. അവന്മാരുടെ ഒരു സാഹചര്യവും റാഗിങ്ങും ഇടപെടലും രണ്ടെണ്ണം ഇറങ്ങി പോക്കോണം. ഇനി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിനക്കൊക്കെ സസ്പെൻഷൻ ആണോ ഡിസ്മിസ് ആണോ അടിച്ച് കൈ തരണ്ടേന്ന് എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സാർ ആലോചിക്കേ. എന്നിട്ട് സസ്പെൻഷൻ ആണോ ഡിസ്മിസ് ആണോ ഒരു ലെറ്റർ ഇടിയാവുമ്പോ എന്നെ വിളിപ്പിച്ചാ മതി, ഞാൻ വന്ന് വാങ്ങിക്കോളാം. എന്നാ പിന്നെ ഞാനങ്ങ് പൊക്കോട്ടെ. ഇനിയിപ്പോ ഇവിടെ ഓവർ ഒന്നുമില്ലല്ലോ. ഹാവ് എ ഗുഡ് ഡേ അജിത്ത്. സാറ് കാണുന്നില്ല അവന്റെ അഹങ്കാരം? പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? കേട്ടു. കൃഷ്ണയുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടാ അവന്റെ ആ കോൺഫിഡൻസ്. അജിത്തെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറരുതെന്ന്. നിന്നെ പറ്റി എന്തോരം കംപ്ലൈന്റ്സ് ആണെന്നറിയോ ഇവിടെ വരുന്നത്? അല്ലെങ്കിലും സാർ എപ്പോഴും അവന്റെ സൈഡിൽ തന്നെയാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ വഴക്കിലും ഇത് തന്നെയാണല്ലോ സംഭവിച്ചത്. സസ്പെൻഷൻ അല്ലാതെ വേറൊരു വഴിയുമില്ലെന്നായപ്പോ സാർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ സസ്പെൻഷൻ ലെറ്റർ അടിച്ചു തന്നു. ആ അടിയും തുടങ്ങിയത് അവൻ തന്നെയാ. ഞാൻ ആരുടെയും ഭാഗത്തൊന്നും അല്ല. നിങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാ നിങ്ങൾക്ക് രണ്ടുപേർക്കും സസ്പെൻഷൻ ലെറ്റർ അടിച്ച് കൈ തന്നത്. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമല്ലല്ലോ, നിന്റെ ഗ്യാങ്ങിലുള്ള എല്ലാ മെമ്പേഴ്സിനും അവന്റെ ഗ്യാങ്ങിലുള്ള എല്ലാ മെമ്പേഴ്സിനും അങ്ങനെയാ സസ്പെൻഷൻ കൊടുത്തത്. 10 ദിവസം കഴിഞ്ഞിട്ടാ നിങ്ങൾ എല്ലാം കൂടി ഇങ്ങോട്ട് കയറി വരുന്നത്. എന്നിട്ടും അവന്മാരുടെ ഒരു അടി. അജിത്തെ, ഇതെന്റെ ലാസ്റ്റ് വാണിങ്ങാ. ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാ ഞാനായിട്ട് ഇനി ഒരു പ്രശ്നത്തിന് നിൽക്കില്ല. അവനായിട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. സാർ അത് അവനോട് കൂടെ ഒന്ന് പറഞ്ഞേക്ക്. ഇവന്മാരെയൊക്കെ കൊണ്ട് ഏത് നേരത്താണാവോ എനിക്ക് കോളേജിലോട്ട് കയറി വരാൻ തോന്നിയത്. ഇതൊക്കെ കാണണല്ലോ. ഡാ കൃഷ്ണ, സിദ്ധു, എന്താടാ രാവിലെ തന്നെ അടിയായിരുന്നു എന്നാണല്ലോ പറഞ്ഞു കേട്ടെ? എന്താ പിന്നെ അജിത്ത് കയറി പ്രശ്നം ഉണ്ടാക്കിയോ? നീ അവനോട് ചോദിക്ക്, ആരാ കയറി പ്രശ്നം ഉണ്ടാക്കിയേ, എന്താ പ്രശ്നമെന്നൊക്കെ. എന്താടാ രണ്ടും ഇടഞ്ഞു നിൽക്കുവാണോ? എന്താടാ കൃഷ്ണ, എന്താ പ്രശ്നം? എന്ത്? ഞാൻ ആ അജിത്തിനിട്ടൊന്ന് പൊട്ടിച്ചു, അത് തന്നെ പ്രശ്നം. ശരിക്കും ഞാൻ മിസ് ചെയ്ത്. ഞാൻ കൂടെ വേണമായിരുന്നു ആ സമയത്ത്. അവനിട്ട് രണ്ടെണ്ണം കൂടെ കൂടുതലും കൊടുക്കണമായിരുന്നു. ഋഷി, നീ ഇതിപ്പോ എവിടെ നിന്ന് വന്ന്? എടാ, അവനത് കിട്ടേണ്ടത് തന്നെയാ. പക്ഷെ നമ്മളെല്ലാരും ഒരു സസ്പെൻഷൻ കഴിഞ്ഞിട്ടാ ഇന്ന് കോളേജിൽ വരുന്നത്. അതിവിടെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആ, അപ്പൊ ഇത് അടുത്ത സസ്പെൻഷനുള്ള വകയാണെന്നാണോ നീ പറയുന്നത്? ഞാനൊന്നും പറയുന്നില്ല. ദേ കൃഷ്ണ, നമ്മളെപ്പോഴും ന്യായത്തിന്റെ പക്ഷത്ത് മാത്രമേ നിന്നിട്ടുള്ളൂ. പക്ഷെ അതിനെപ്പറ്റിയൊന്നും ഇവിടെ ആരും ചിന്തിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് കണ്ട വയ്യവേലികൾ മൊത്തം നമ്മുടെ മണ്ടക്കോട്ടാ വരുന്നത്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചാ കൊള്ളാം, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. സിദ്ധു, അതിനെപ്പറ്റി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ആ അജിത്ത് 2 പെമ്പിള്ളേരോട് മോശമായിട്ട് സംസാരിക്കുന്നത് കേട്ടപ്പോ ഞാൻ കയറി പ്രതികരിച്ചു. അല്ലാണ്ട് സസ്പെൻഷൻ കഴിഞ്ഞ് വന്ന് ഫസ്റ്റ് ഡേ തന്നെ ഞാൻ അവന്റെ അടുത്ത് വേണോന്ന് വെച്ച് കയറി അടി ഉണ്ടാക്കിയതല്ല. അതെ അതെ, അല്ലാണ്ട് കൃഷ്ണ ആരുടെയും മേത്ത് കൈവെക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അതല്ലടാ, സിദ്ധു പറഞ്ഞതും ശരിയാ. നമ്മൾ എത്ര ന്യായത്തിന്റെ പക്ഷത്ത് നിന്നാലും നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന ആരും ഇല്ല ഈ കോളേജില്. അതുകൊണ്ട് തന്നെ വരുന്നെല്ലാം നമ്മുടെ നെഞ്ചത്തേക്കും ആയിരിക്കും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ആ അതെ അതെ, അതും ശരിയാ. എന്ത് ശരിയാന്ന്? നീ എന്തെങ്കിലും ഒന്നില് നിക്ക്. എടാ, നീ ഇന്നലെ ആരുടെ കൂടിയായിരുന്നു? ബോധമൊന്നും ഇല്ലല്ലോ നിനക്ക്. അത് പറഞ്ഞപ്പോഴാ അളിയ ഒരു അല്ല. എന്റെ അമ്മോ, എന്നാ ഒരു ഫിഗറാന്നറിയോ? എന്റെ പൊന്നെ, നീയൊക്കെ ഒന്ന് കാണണം. ഊഫ്. അതുകൊണ്ട് ഇന്നലെ മൊത്തം മോനെ അർമാദമായിരിക്കും അല്ലേ? വിളിച്ചിട്ട് കിട്ടാത്തപ്പോഴേ എനിക്ക് തോന്നി. അവൻ അർമാദിക്കട്ടാ,
ഇതൊക്കെയല്ലേ സന്തോഷം. അതെ അതെ, സന്തോഷമാ. അതും ആണെന്നും പെണ്ണെന്നും ഇല്ലാത്ത സന്തോഷം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. രണ്ടാമത് ജിത്തുവിനോട്, ആദ്യം കൃഷ്ണ. ഡാ, സത്യത്തിൽ എന്താ നിന്റെ പ്ലാൻ? നിനക്ക് എങ്ങനത്തെ പെണ്ണിനെയാണ് വേണ്ടത്? നമുക്ക് അന്വേഷിക്കാം. എനിക്ക് അളിയ പെണ്ണായ മതിയടാ. അതെന്ത് വർത്താന അളിയ നീ പറഞ്ഞത്? ഇതിപ്പോ എനിക്കിട്ട് കുത്തിയത് പോലെ ഉണ്ടല്ലോ. ആ, അതിനത് ഞാൻ നിന്നെ തന്നെയാണല്ലോ ഉദ്ദേശിച്ചത്. പിന്നല്ലാണ്ട്. മിനിയാന്ന് ഞാൻ വിളിച്ചപ്പോ ഇവൻ ഏതോ ചെക്കന്റെ കൂടെയായിരുന്നു. ഇന്നലെയാണെങ്കിൽ ഏതോ പെണ്ണിന്റെ കൂടെ. ഇതാണ് നമ്മുടെ ഋഷിയളിയന്റെ സ്വഭാവം. നീ കോളേജിലുള്ള എല്ലാരും അറിഞ്ഞിട്ടും ഇവനോടാണ് എല്ലാത്തിനും കൃഷ്. എന്ത് കണ്ടിട്ട് അത്രയും ഭംഗിയൊക്കെ ഉണ്ട് ഇവൻ ഈ തൊലിഞ്ഞ പോത്ത്? അതെന്ത് വർത്താനമാടാ. നമ്മുടെ ചെക്കൻ വേറെ ലെവലല്ലേ. അതെ അതെ, ലോ ലെവല്. പോടാ ചെറ്റകളെ, കൂടെ നടന്നു നോക്കുന്ന. ഷേ, അളിയ നിനക്ക് ഫീൽ ആയോടാ? സാരമില്ലാട്ടോ, ഫീൽ ആയ നീ അങ്ങ് സഹിച്ചോ. അത് കൊള്ളാം. അല്ലേലും എന്നെ നോക്കാൻ നേരം എല്ലാം ഒറ്റ കെട്ടായിരിക്കുമല്ലോ. തൽക്കാലം അത് വിട്. നീയേ കാര്യം പറ. നിന്റെ സങ്കല്പത്തിലുള്ള ആ പെണ്ണ് എങ്ങനെയാണാവോ? അളിയ, ഇനി നീ കൃഷ്ണനെ പറ്റിയതിൽ രാധേനെയാണ് അന്വേഷിക്കുന്നെങ്കിൽ സോ സോറി. രാധയൊക്കെ പണ്ടേക്ക് പണ്ടേ വേറെ ആരെയോ കെട്ടിപ്പോയി. എന്നിട്ട് കൃഷ്ണൻ വേറെ 16,008 കെട്ടിയ കഥയൊക്കെ നിനക്ക് അറിയാലോ അല്ലേ? കൃഷ്ണൻ 16,008 കെട്ടിയിട്ടാടാ രാധ വേറെ കല്യാണം കഴിക്കുന്നത്. കഥ അങ്ങനെയാണോ? മാറ്റിയാ? ഓ ഇവന്മാര്. കൃഷ്ണ, നീ പറ. കുറച്ച് കാവ്യാത്മകമായി പറഞ്ഞാൽ, നിന്റെ വൃന്ദാവനത്തിന്റെ റാണിയായി നമുക്ക് വാഴിക്കാൻ പറ്റുന്ന നിന്റെ സങ്കല്പത്തിലുള്ള ആ കുട്ടി എങ്ങനെ ഇരിക്കും? അങ്ങനെ ചോദിച്ച എന്റെ വൃന്ദാവനത്തിൽ റാണിയായി വാഴിക്കാൻ പറ്റിയ ആ കുട്ടി ജിത്തു. എന്റെ അമ്മേ, ഇതെന്തോന്ന്? അവന്തിക. ഋഷിയും സിദ്ധുവും അവൾ ആരാണെന്ന് ആലോചിച്ചിരുന്നപ്പോഴും കൃഷ്ണയുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തകളായിരുന്നു. അവർ നാലുപേരെയും നോക്കി വാ തോറാതെ നിന്ന് സംസാരിക്കുകയാണ്. എന്നാൽ അവൾ ഈ പറയുന്ന ഒന്നും നല്ല വാക്കുകളല്ലാതെ നല്ല കണ്ണു പൊട്ടുന്ന ചീത്തയാണ്. അതെല്ലാം കേട്ടുകൊണ്ട് ഒരു അക്ഷരം പോലും മിണ്ടാതെ നിൽക്കുവാണ് നമ്മുടെ ജിത്തു. എന്നാലും ആ സമയം കൃഷ്ണയുടെ മനസ്സിലേക്ക് വന്നത് അവർ നേരത്തെ സംസാരിച്ച അവന്റെ വൃന്ദാവനത്തിലെ റാണിയെ കുറിച്ചാണ്. എന്താ ഇപ്പൊ നിനക്ക് എന്നോട് ഒന്നും പറയാനില്ലേ? എടി ഒന്ന് നിർത്തിക്കേ. ഇത് കോളേജാണ്. ഞാൻ നിന്റെ സീനിയർ ആടി. കുറച്ചെങ്കിലും ബഹുമാനം എനിക്ക് താ. വീട്ടിൽ നിന്നോ ഇല്ല, ഇവിടെന്തെങ്കിലും. ഒരു സീനിയർ വന്നിരിക്കുന്നു, നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ ഞാൻ പോവാ. ഡാ, ആരാ അത്? അവളെന്തിനാ നമ്മളെല്ലാരും ചീത്ത പറഞ്ഞേ? നമ്മളെ എല്ലാരെയും അല്ല, ഇവനാ അഞ്ചത്തോട്ടല്ലേ കയറിയത്. ആരാ അത്? എന്റെ പെങ്ങള്. അല്ലാണ്ടാരെ എന്നെ ഇവിടെ ഒന്ന് ചീത്ത വിളിച്ചിട്ട് പോവാനായിട്ട്. എടാ, ആ കുരിപ്പ് പണ്ടേ എനിക്കൊരു പാരയാണ്. പെങ്ങളാ? എപ്പോ? എടാ, എന്നിട്ട് നീ ഇതുവരെ ഞങ്ങളോടൊന്നും. എടാ, ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ലേ എനിക്കൊരു പെങ്ങളുള്ളേന്ന്? ആ കുരിപ്പാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയത്. എനിക്ക് ഏത് നേരം പാര വെച്ചോണ്ട് നടക്കുന്ന ഒരു കുരിപ്പിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേടാ? കൃഷ്ണ, നിനക്ക് ഓർമ്മയില്ലേ? എന്നാലും അവൾ ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കുന്ന കാര്യമൊന്നും നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോടാ. അപ്പൊ എങ്ങനെ? സിദ്ധുവേട്ടാ. ആ, സാക്ഷി. എടാ, ഞാനെന്നാ അങ്ങോട്ട് പോണമായിരിക്കുമല്ലേ? ചെല്ല്. ഓക്കെ അളിയാ, കൊറേ ആയില്ലേ കണ്ടിട്ട്. ഞാൻ അവളോട് പോയി സംസാരിക്കട്ടെ. നിങ്ങൾ ക്ലാസ്സിൽ കാണുമല്ലോ അല്ലെ? ഞാൻ വന്നേക്കാം. ആ പോക്ക് നോക്കിക്കേ. കുറച്ചു ഇവനെന്തൊരു ചാടയായിരുന്നല്ലേ. ആ കൊച്ച എങ്ങനെ സഹിക്കുന്നതോ. അല്ലടാ, ഇവളുടെ കൂടെ വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നില്ലേ? ശേ, അവളിന്ന് ലീവാണോ എന്തോ? എന്താടാ, നിന്റെ ലിസ്റ്റിൽ അവളും ഉണ്ടോ? ഓ, അപ്പൊ അതും പ്ലാനിലുണ്ടോ? ഋഷി, അതൊരു പാവം കൊച്ച. അതിനെ വെറുതെ വിട്ടേക്ക് കേട്ടോ. ഞാൻ ഇതുവരെ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. വേണമെങ്കിൽ ആലോചിക്കാം. അതെ, 1 മണിക്കൂറായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലെ? എനിക്ക് ഒരാളെ കാണാനുണ്ട്. ഞാൻ കണ്ടിട്ട് വരാവേ. ഓ, ഇവൻ നോക്കുന്നവരെല്ലാരും വളയുകയും ചെയ്യും. അതാണ് ഇവന്റെ പ്രശ്നം. അളിയാ, നീ അത് വിട്. അല്ലടാ, നിന്റെ പെങ്ങടെ പേരെന്താന്നാ പറഞ്ഞ്? അവന്തിക. എന്താടാ? അവന്തിക. ഒന്നുമില്ലടാ, ചുമ്മാ. നീ വാ, നമുക്കും പോവാ. എന്നിട്ട് ഇനി അടുത്ത സസ്പെൻഷൻ കിട്ടുമോ? കിട്ടില്ലെന്ന് പ്രതീക്ഷിക്കാം. അറിയില്ല. ശരിക്കും പറഞ്ഞ ഞങ്ങൾ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 4 എണ്ണത്തിന് വീട്ടിലിരിക്കാം. അതാ അവസ്ഥ. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓരോന്നൊക്കെ ഒപ്പിക്കാൻ പോകുന്നേ? മര്യാദക്കിരുന്നോടെ. എടോ, അതല്ലേ സീൻ. ഞാൻ വേണ്ടെന്ന് വെച്ചാലും അവന്മാരെന്തെങ്കിലും വയ്യവേലിയായിട്ട് വരും.
അപ്പൊ പിന്നെ കൂടെ നിൽക്കല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. സിദ്ധുവേട്ടൻ ഇതും പറഞ്ഞോണ്ടിരുന്നോ? അറിയോ, നിങ്ങൾ 4 പേരും ഇവിടെ എല്ലാവർക്കും ഭയങ്കര പേടിയാ. നമ്മൾ തമ്മിലുള്ള റിലേഷന്റെ കഥയും ഇവിടെ ഓരോരുത്തരായി പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞാ എന്താവും എന്തോ. ആരൊക്കെ എന്ത് തന്നെ പറഞ്ഞാലും നിന്റെ കാര്യത്തിൽ ഞാൻ സിൻസിയറാ. എന്നെ പറ്റി നല്ലതൊന്നും നീ കേട്ടിരിക്കില്ല. എന്നാലും എന്താ, എല്ലാം കൂടി അറിയുമ്പോ നീയും എന്നിട്ടിട്ട് പോവോ? ഷേ, എന്തൊക്കെ ഈ പറയുന്നേ? സിദ്ധുവേട്ടൻ എനിക്ക് അറിയാവുന്നല്ലേ. അല്ല, എന്താ മാഷെ, പോന്നില്ലേ? ഇവിടെ ഇരിക്കുക. പോവാൻ വേണ്ടി നമ്മളൊന്ന് സംസാരിച്ച് തുടങ്ങിയില്ലല്ലോ. 10 ദിവസം ഗ്യാപ്പ് വന്നില്ലേ പെണ്ണെ നമ്മുടെ ഇടയില്? നിന്റെ വീട്ടിൽ വന്ന് കാണാന്ന് വിചാരിച്ച നിന്റെ അച്ഛൻ കുന്തോ കുടച്ചക്കൊക്കെ എടുത്തോണ്ടല്ലേ നിക്കുന്നേ. എനിക്ക് എന്ത് സംഭവിക്കാം? അതുകൊണ്ട് അങ്ങോട്ട് വരാനൊരു നിവർത്തിയില്ലല്ലോ. അത് ശരിയാ, അച്ഛന്റെ മുന്നിലൊന്നും ചെന്ന് പെടല്ലേ. ആ, അങ്ങേരുടെ മുന്നിൽ പോയി കേറി കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ വല്ല പാണ്ടിലോറിക്കും തലവെക്കുന്ന. അതുകൊണ്ട് ഇപ്പോഴൊന്നും പൊന്നുമോളത് പ്രതീക്ഷിക്കല്ലേ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇപ്പോഴൊന്നും പോയി കയറി കൊടുക്കല്ലേ. പിന്നെ സമയം പോലെ പോയി സംസാരിച്ചാ മതി. എന്തായാലും ഒരു യുദ്ധമായിരിക്കും. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാവുന്നതായിരിക്കും നമുക്ക് നല്ലത്. അതെ, അത് തന്നെയാ ഞാനും വിചാരിക്കുന്നത്. എടാ പോവല്ലേ, ടൈമായി. അവനെവിടെ? എടാ അവൻ അവന്റെ അനിയത്തിനെ നോക്കാൻ പോയി. നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു. അവൻ അവളുടെ കൂടെ വന്നോളാന്ന്. എടാ അവൾ ഏതാ ക്ലാസ്? ഏത് ഇയറാ? എടാ സാക്ഷിയുടെ ക്ലാസ്സിലടാ, 2nd ഇയർ. ആ, അപ്പോ നമുക്കവനെ വെയിറ്റ് ചെയ്യണ്ട. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ലടാ. അവൻ ഒറ്റയ്ക്കല്ലല്ലോ, അവളെയും കൂടെ കൂട്ടണമെന്നല്ലേ പറഞ്ഞേ. എന്നാ പിന്നെ അവര് വരട്ടെ, നമുക്ക് പോവാം. അങ്ങനെയാണെങ്കി വാടാ, അവൻ വന്നോളും, നമുക്ക് പോവാം. ആ ഋഷി, ഇന്നെന്താടാ നീ നേരത്തെ? അവന്മാരെവിടെ? അവന്മാരോ? സിദ്ധു രാവിലെ തന്നെ അവന്റെ പെണ്ണിന്റെ അടുത്ത് സൊള്ളാനായിട്ട് പോയിട്ടുണ്ട്. ജിത്തു അനിയത്തിനെ കൊണ്ടാക്കിയിട്ട് വരത്തുള്ളൂ എന്നാ പറഞ്ഞേ. ഓ, ജിത്തു അനിയത്തിനെ ആക്കാൻ പോയതാണോ? എന്നാലും അവനൊരു പെങ്ങളുണ്ടല്ലേ. കുറച്ച് കലിപ്പാണേലും കുട്ടി കൊള്ളാം. എന്നും പറഞ്ഞ് നീ നോക്കണ്ട, കേട്ടല്ലോ? ഷേ, ഞാനങ്ങനെ ചെയ്യുവാളിയാ? അവള് നോക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? ജിത്തുവിന്റെ പെങ്ങളെന്ന് പറഞ്ഞാ നമ്മുടെ പെങ്ങളല്ലേടാ? കറക്റ്റ്. നീ എങ്ങനെ കണ്ടോണം, ഞാനെങ്ങനെ കാണണോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഹളിയ, എന്താ സംഭവം? ക്രഷാണോ അതോ പ്രേമം? നീ വീണ? ചെറുതായിട്ട് എന്റെ മനസ്സിനൊരു അനക്കം സംഭവിച്ചിട്ടുണ്ട്. എടാ ശരിക്കും അവളെ കണ്ടപ്പോ എന്റെ എല്ലാ കിളികളും പറന്നു പോയടാ. എനിക്ക് മറ്റേ പാട്ടാ ഓർമ്മ വന്ന്. ഏതാന്നറിയോ? ഫുൾ മൂൺ നടുവിൽ റെയിൻബോ പോലെ അഴകായിരിക്കിറിയേ. ആ, അടി തീക്കട ബോയിലർ പോലെ നെഞ്ച് സൂടാക്കുതിക്കിറിയേ. ഹളിയ, ഇത് കുറച്ചു കൂടിയതാ. എടാ ചെറ്റ, എന്നാലും നീ എന്നെ തേച്ചല്ലേ? നീ അല്ലടാ പറഞ്ഞ നമ്മൾ ഫുൾ സിംഗിൾ ആയിരിക്കുമെന്ന്? അത് ഞാൻ പറഞ്ഞെന്നുള്ളത് ശരിയാ. എന്നിട്ട് നീ അത് കേട്ടിട്ടുണ്ടോടാ? നിനക്ക് ഓരോ നൈറ്റിനും ഓരോരുത്തരല്ലേ. എന്തായാലും ഇതുവരെ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവന്റെ പെങ്ങളായതാണ് ഒരു സീൻ. നീ പറഞ്ഞത് ശരിയാ, അത് സീനാണ്. പക്ഷെ നീ വാ, നമുക്ക് അവനോട് സംസാരിക്കാം. അളിയാ, നീ എന്റെ ചങ്കാണ്. എന്നാലും വേണോടാ? ഷേ, നീ ഇങ്ങനെ ആലോചിക്കല്ലേ. വാ, നമുക്ക് അവനെ തൂക്കാം. എവിടാണോ എന്തോ, എവിടെയും കാണും. നീ വാ. ഇവളുടെ സംസാരം ഇതുവരെ കഴിഞ്ഞില്ലേ? അങ്ങോട്ടാണെങ്കിൽ കയറി പോവാനും പറ്റത്തില്ല. നല്ല ആളെ അവള് പ്രേമിക്കുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞ് ഇയാളൊക്കെ വല്ല ഗുണ്ടയുമായ എന്റെ ദൈവമേ, തീർന്നു അതോടെ ഇവളുടെ ജീവിതം. ഇത് അവളല്ലേ? ഇവളെന്താണ് അവ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? പോയി സംസാരിച്ചു നോക്കാം. ഹേ, താൻ സാക്ഷിയുടെ ഫ്രണ്ട് അല്ലേ? താൻ എന്താണോ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? അതൊന്നുമില്ല, ഞാൻ എന്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്താ? ഏയ്, എന്ത്? താൻ ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോ കമ്പനി വരാന്ന് വിചാരിച്ചു വന്നാ. എന്തേ, താൻ എന്നോട് സംസാരിക്കില്ലേ? അങ്ങനെയൊന്നുമില്ല. അത് പിന്നെ ചേട്ടൻ പെട്ടെന്ന് വന്നപ്പോ ഞാൻ. ഓ, അല്ല, തന്റെ പേരെന്താ? ഇഷാന്ന് എന്റെ പേര്. എടോ, ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ. ഇഷയ്ക്ക് എന്നെ പേടിയാണോ? അല്ല, തന്റെ സംസാരം കേൾക്കുമ്പോ എനിക്കങ്ങനെ തോന്നുന്നു, അതാ ചോദിച്ചേ. ഏയ്, പേടിയൊന്നുമില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ചേട്ടനൊരിക്കലും എന്നോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കുമെന്ന്. അതെന്താ അങ്ങനെ വിചാരിച്ചേ? ഞാനും ഈ കോളേജിൽ തന്നെയല്ലേ പഠിക്കുന്നേ. തന്റെ സീനിയർ എന്നല്ലാണ്ട് വേറെ എന്ത് പ്രത്യേകതയാ എനിക്കുള്ളത്? അതല്ല, ഞാൻ ഈ കോളേജിൽ വന്നപ്പോ തന്നെ എന്റെ ക്ലാസ്സിലൊക്കെ ഉള്ള പിള്ളേര് മൊത്തം പറഞ്ഞത് നിങ്ങൾ എന്തോ വലിയ സംഭവമാണെന്നും പിന്നെ ഭയങ്കര ടെററാണെന്നൊക്കെ. അപ്പൊ എല്ലാവർക്കും പേടിയാ. ഞാനും അതുപോലെയൊക്കെയാ വിചാരിച്ചേ. ഓ, എന്നിട്ട് ഇപ്പൊ ഇത്രയും സംസാരിച്ചതിലെന്ന് തനിക്ക് എന്താ മനസ്സിലായേ? ഞാൻ അങ്ങനെയൊക്കെ ആണെന്നാണോ? അങ്ങനെ ചോദിച്ചാ ചേട്ടൻ അത്ര വലിയ ടെററൊന്നും അല്ല, പാവൊക്കെ തന്നെ. ഓ,
ശരിക്കും? അളിയ ഇതെന്താ പരിപാടി? ജൂനിയർ കൊച്ചൊക്കെ ആയിട്ട്. അതൊന്നുമില്ല ചേട്ടാ, ഞങ്ങള് വെറുതെ സംസാരിക്കുമായിരുന്നു. എന്നാ ചേട്ടൻ പൊക്കോ. എന്നാലും അതെന്തൊരു പറച്ചിലോ? അപ്പൊ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞോ? ഏയ് കൃഷ്ണ, എടാ ഇത് സാക്ഷിയുടെ ഫ്രണ്ടാ ഇഷ. ഇവളോട് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടപ്പോ ഞാൻ സംസാരിച്ചതാ. എനിക്കറിയാം, ഇയാള് സാക്ഷിയുടെ ക്ലാസ്സിൽ തന്നെയാണോ? ആ, ഞങ്ങൾ ഒരു ക്ലാസ്സിൽ തന്നെയാ. ആഹാ, ഇത് മറ്റേ കൊച്ചല്ലേ? വൈ ഞാൻ ഋഷി. എന്താ കുട്ടിയുടെ പേര്? ഓ, ഇവനും ഉണ്ടായിരുന്നു. അല്ലടാ, നിങ്ങൾ എന്തിനാ ഇപ്പോ എന്നെ നോക്കി വന്നേ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആ, അത് പറഞ്ഞപ്പോഴാ. നിന്നെയും കൊണ്ട് ആവശ്യമുണ്ട്, അതിനുവേണ്ടി തന്നെയാണ് അന്വേഷിച്ചു വന്നത്. നിന്നെ നോക്കുമായിരുന്നു ഞങ്ങള്. സോറി പെങ്ങളെ, ഇവനെയും കൊണ്ട് ഒരു ആവശ്യമുണ്ട്. ഋഷി ബാ. എടാ, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. കൃഷ്ണ, നീ തന്നെ അങ്ങ് പറഞ്ഞാ പോരെ. ഞാനിവിടെ ഈ കുട്ടിക്ക് കമ്പനിയൊക്കെ കൊടുത്ത്. അത് പറ്റില്ല. ഞാൻ പോവാണെങ്കിലേ നീയും വരണം. വാട കൂട്ടാ, നമുക്ക് 3 പേർക്കും കൂടെ പോവാം. ഈ കൊച്ചിന്റെ കാര്യം ഇവള് തന്നെ നോക്കിക്കോളും. ഇഷ, ബൈ. ആ ശരി, ബൈ. ആൾക്കാര് പറഞ്ഞ പോലെ ഒന്നല്ലല്ലോ, ഇവര് 3 പേരും പാവാണല്ലോ. അപ്പൊ ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ സാക്ഷിയുടെ കൂടെയുള്ള ചേട്ടന്റെ ബിഹേവിയർ? പിന്നെന്തിനാ എല്ലാരും ഇങ്ങനെ പേടിക്കുന്നേ? അത്രയ്ക്കൊന്നും ഇല്ലല്ലോ ഇവര്. എടാ, നിനക്കൊക്കെ ഇപ്പൊ എന്താണ് എന്നെ കൊണ്ട് ഇത്ര ആവശ്യം? കാര്യം പറയും. എന്തിനാ ഇപ്പൊ എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? അത് ഞാൻ പറയാം. എന്താന്ന് വെച്ചാലേ, ഇവന് പ്രേമം. പ്രേമോ? അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നീ നിന്റെ ആളെ കണ്ടുപിടിച്ച ഇത്ര പെട്ടെന്ന്? അതുകൊള്ളാലോ. പറയടാ, ആരാ ആള്? അതിപ്പോ ആരാന്നൊക്കെ ചോദിച്ചാ എങ്ങനെയാ? ഇവൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തന്നെ പറയാം. എടാ, അതെ ഋഷി, അത് വേണ്ട, എനിക്കൊന്ന് ആലോചിക്കണം. എന്താലോചിക്കാൻ? എടാ, അപ്പൊ നീയല്ലേ എന്നോട് പറഞ്ഞത് അവളെ കണ്ടപ്പോ നിന്റെ മനസ്സിന് എന്തോ സംഭവിച്ചു, ഏതോ പാട്ട് ഓർമ്മ വന്നൊക്കെ. എന്നിട്ട് അവിടെ ഇരുന്ന് പാടിയതൊക്കെ മറന്നാ? മറന്നിട്ടൊന്നുമില്ല, അതാ പറഞ്ഞേ ഒന്ന് ആലോചിക്കണമെന്ന്. നിങ്ങൾ വന്നേ, നമുക്ക് ഇന്നെങ്കിലും ഒന്ന് ക്ലാസ്സിൽ കയറാം. അപ്പത്തേന് രണ്ടും കൂടെ അവന്റെ പുറകെ പോയാ. ഇവനിത് എന്ത് വിചാരിച്ചിട്ടാ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയണ്ട്. നീ ഇപ്പൊ ക്ലാസ്സിൽ കയറണ്ടേ? നാശം. ഡാളിയ, എന്നാലും ആരായിരിക്കും അവന്റെ മനസ്സിൽ കയറി എന്ന് പറഞ്ഞ ആ പെണ്ണ്? എനിക്കെങ്ങനെ അറിയാനാ? ഋഷിയല്ലേ പറഞ്ഞതല്ല, ഉള്ളതാണോന്ന് ആർക്കറിയാം? അവനോട് ചോദിക്കേ. ഡാ ഋഷി, ഡാ എനിക്ക്. ഓ, ഒന്ന് ഉറങ്ങി വരുമായിരുന്നു. എന്താണോ നിനക്കൊക്കെ? ഉഫ്, ഇപ്പോഴെങ്കിലും കുറച്ച് സമാധാനം കൊണ്ടാ. ഡാ ഋഷി, നീ ആരുടെ കാര്യം നേരത്തെ അവിടെ വെച്ച് പറഞ്ഞത്? നേരത്തെ അവിടെ വെച്ചോ? ആരുടെ കാര്യം? എടാ, ഇവന്റെ ഒരു പ്രേമത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അതാരാന്ന്? ഒന്നും മിണ്ടാതിരിക്കോ മൂന്നും കൂടെ? കുറച്ച് മനസമാധാനം വരുമോ? കോണാന്ന്. എന്താ അവിടെ ഒരു ഒച്ച ബഹളവും? കൃഷ്ണ, അത് പിന്നെ മിസ്, സോറി. മര്യാദക്ക് എന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റാത്തവരൊന്നും ഇവിടെ ഇരിക്കണ്ട. ഗെറ്റ് ഔട്ട്. ബെസ്റ്റ്. എടാ, പറഞ്ഞിട്ടില്ലേ, മക്കള് പഠിക്കട്ടാ, ചേട്ടൻ പുറത്തുണ്ടാവും. ഓ, ഏത് നേരത്താണാവോ? ക്ലാസ്സിലിരുന്നിട്ട് അവന്മാര് പഠിച്ചാ മതിയായിരുന്നു. ആഹാ, ഇതാരായി നിക്കുന്നേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വലിയ വലിയ അടികൾ ഉണ്ടാക്കുന്ന ആളെ ഗെറ്റ് ഔട്ട് അടിച്ചാ ക്ലാസ്സിൽ നിന്ന്? ഓ, താനോ? ചെറുതായിട്ട്. തന്റെ ചേട്ടനും ബാക്കിയുള്ളവന്മാരും കൂടെ ഒപ്പിച്ച പണിയാ. സാരമില്ല, എന്ത് ചെയ്യാനാ? ബെസ്റ്റ്. എന്നാ ഇവിടെ നിക്ക്, ഞാനങ്ങ് പോയേക്കുവാ. പോലെ ഒരു കാര്യം ചോദിക്കട്ടെ, കുട്ടി സിംഗിൾ ആണോ? അല്ല, ഡബിളാ. ഒരാള് കൂടെ ഉണ്ട്, അറിയില്ലേ, ജിതിൻ. ഇവളെന്താണ് ഇവിടെ? ഈ പെണ്ണെ, നിനക്ക് ക്ലാസ് ഒന്നും ഇല്ലേ? ഞാൻ വെറുതെ ഈ വഴി പോയപ്പോ ഈ ചേട്ടനെ കണ്ടു, അപ്പൊ സംസാരിച്ചു. അതിന് നിനക്കെന്താ? ആഹാ, നല്ല അനിയത്തിയാണല്ലോ. നീ സാക്ഷിയുടെ ക്ലാസ്സിലല്ലേ? ആണല്ലോ. അവളെ അറിയോ? പിന്നെ അറിയാണ്ടോ, അതവന്റെ ഗേൾഫ്രണ്ടാ. ഓഹോ, അപ്പൊ കൂട്ടത്തിൽ കമ്മിറ്റഡ് ചേട്ടൻ മാത്രല്ലേ? ഇവൻ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാ. ഇവന്മാരെയൊന്നും നിനക്ക് അറിയത്തില്ലല്ലോ. കൃഷ്ണ, സിദ്ധു, ഋഷി. ആ, അറിയാം. എന്നാ ഞാൻ പോട്ടെ. ജിത്തു, ദാ നേരത്തെ പറയാൻ വന്ന കാര്യം ഞാൻ ഇപ്പൊ പറയാം. എനിക്ക് അവളെ ഇഷ്ടമാ. എന്ത്? അവളെയോ? സാക്ഷി, അപ്പൊ നീ സിദ്ധുവേട്ടന്റെ ഗേൾഫ്രണ്ട് അല്ലേ? സിദ്ധുവേട്ടൻ നിനക്കെങ്ങനെ അറിയാം? എടി, എന്റെ ഏട്ടന്റെ കൂട്ടുകാരനാ അത്, ജിതിൻ. ജിത്തുവേട്ടൻ എന്റെ ചേട്ടനാ. എങ്ങനെ? നീ ആളുടെ അനിയത്തിയാണോ? അതെ, ഞാൻ ആളുടെ അനിയത്തിയാ. എന്താ? എടാ, ശരിക്കും പറഞ്ഞാലേ ഇവളെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കില് ഉറപ്പായിട്ടും മിസ് ചെയ്താന്. കൃഷ്ണ, നീ സീരിയസ് ആയിട്ട് തന്നെ ആണോടാ? എടാ, ആണ്. ഇന്ന് രാവിലെ വന്നപ്പോഴേ അവന് എന്നോട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാ നമ്മുടെ കൃഷ്ണ ഇങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. അതാണ് എനിക്കും അത്ഭുതം. ഇവനൊന്നാ ഗൗരിനോട് എന്തൊക്കെയാ പറഞ്ഞത്? എടാ, നിനക്ക് ശരിക്കും അവളെ കണ്ടപ്പോ ഫീലിങ്സ് അടിച്ചോടാ?
അതോ എന്താ ഫസ്റ്റ് കണ്ടപ്പോ തോന്നിയത്? അങ്ങനെയൊന്നും ചോദിച്ചാ എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ എനിക്ക് അവൾ ഇഷ്ടമാ. എടാ, നിന്നോട് എങ്ങനെ പറയണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് പോസിബിൾ ആകുമോന്ന്. എനിക്ക് അവളുടെ ആ ഹെയർ സ്റ്റൈൽ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അവൾ എന്താണ് ഷോർട്ട് ഹെയർ ആക്കി വെച്ചിരിക്കുന്നത്? ഇഷ്ടമുള്ളതുകൊണ്ടാ? അത് സ്റ്റൈൽ സ്റ്റൈൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശരിയാ, കൊള്ളാം. അളിയാ, നീ ഇന്ന് രാവിലെ സംസാരിച്ചോണ്ടിരുന്നില്ലേ ഇവന്റെ സാക്ഷിയുടെ ഒരു ഫ്രണ്ടുമായിട്ട്? ആ കുട്ടി എങ്ങനെയുണ്ട്? അവക്കിപ്പ എന്താ, അവളും കുഴപ്പമില്ല. അതാരാടാ? മറ്റേ കുട്ടിയാണോ? ഇഷ? ആ, അത് തന്നെ, ഇഷ എന്നാണല്ലേ പേര്? ഡാ, നീ അതിനെ വിട്ടേക്ക്. അതൊരു പാവം. നിന്റെ കോഴിത്തരൊന്നും അങ്ങോട്ട് ഇറക്കാൻ നിക്കണ്ട, കേട്ടല്ലോ? അതെന്താ പറച്ചിലിന് അങ്ങനത്തെ ഒരു സ്വരം? അവനിപ്പോ അവളോട് കോഴിത്തര ഇറക്കിന്ന് പറഞ്ഞ് നിനക്ക് എന്താടാ? അത് ഇവൻ എത്ര ആൾക്കാരുണ്ട് വേറെ? അവളും കൂടെ വേണമെന്ന് ഇവനെന്താ ഇത്ര നിർബന്ധം? അവളെ വിട്ടേക്കാനല്ലേ ഞാനും പറഞ്ഞുള്ളൂ. അത് തന്നെ ഞങ്ങളും ചോദിച്ചുള്ളൂ. അവളുടെ കാര്യത്തില് നിനക്ക് എന്താ മോനെ ഇത്രയും കെയറിങ് ആൻഡ് ഇൻട്രസ്റ്റ്? ഏയ്, കെയറിങ്ങാ ഇൻട്രസ്റ്റാ അതോ എനിക്കോ? മോനെ ജിത്തു, മതി നിർത്ത നിന്റെ അഭിനയം. ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ലെന്ന് അവന്റെ വിചാരം. എടാ, അറ്റ്ലീസ്റ്റ് പ്രേമിക്കുന്ന പെണ്ണിനോട് പോയിട്ട് ഇഷ്ടമെന്ന് തുറന്നു പറയാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണം. ഇതൊരു മാതിരി. എടാ, അത് അങ്ങനെയല്ല. എന്താ സംഭവം എന്ന് വെച്ചാ, എന്നാ നിങ്ങൾ ഒന്ന് സംസാരിക്കേ. ഞാൻ പോയി എന്റെ കൊച്ചിനെ ഒന്ന് കണ്ടിട്ട് വരാം. അളിയ, നീ ഇനി അറിഞ്ഞില്ല പറഞ്ഞില്ല ഒന്നും പറഞ്ഞേക്കല്ലേ, ഞാൻ പോവാ. ഇവൻ ഇതെന്ത് ഭാവിച്ച? ഞാൻ എങ്ങനെ ഒന്ന് പറയുക? ഋഷി, സിദ്ധു, എടാ ഇത് നടക്കില്ല. അങ്ങനെയൊന്നും പറയല്ലേ അളിയ. ഒന്നും അല്ലല്ലോ നമ്മുടെ കൃഷ്ണയല്ലേ. നീ നോക്കിക്കോ, നിന്റെ പെങ്ങൾ എന്തായാലും അവനെ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ അല്ലാണ്ട് നടക്കാണ്ട് എന്താടാ? നീ ആദ്യം നിന്റെ കാര്യം പറ. അവരെ വഴിക്ക് വിട്. ഓ നിക്ക്, ഞാൻ പറയാം. ഇതെങ്ങോട്ടാ ഈ രണ്ടും കൂടെ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നത്? പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടെ? തിരയാനാണെങ്കിൽ തന്നെ എവിടാന്ന് വെച്ചിട്ടാ പോയി തിരയുന്നേ? ഇനി അതുങ്ങളെ രണ്ടും കൂടെ ഗ്രൗണ്ടിന്റെ സൈഡിൽ വല്ലോ? അയ്യോ, അങ്ങനെയൊന്നും പോവല്ലേ. അതിന് നമ്മൾ തമ്മിൽ സംസാരിച്ച് തീർന്നില്ലല്ലോ. പിന്നെ അല്ലാണ്ട് മൂക്കെന്താ പോയിട്ട് എത്ര തിരക്ക്? ചേട്ടാ പ്ലീസ്, എനിക്ക് പോണം. ഇപ്പോ ഞാൻ സമ്മതിക്കാണ്ട് താൻ ഇവിടുന്ന് പോവോ? എന്നാ ചെല്ലു, കാണട്ടെ. നിങ്ങൾ എന്നെ പോവാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. അയ്യോ, ചേട്ടന്മാരങ്ങ് പേടിച്ചു. മോള് കംപ്ലൈന്റ് ചെയ്യുമ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടുവല്ലോ അല്ലെ? അല്ലേടാ ജിത്തെ? അതല്ലടാ, ഈ മോള് ചൂടാവുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാ, അല്ലേ? എന്നിട്ട് അതിനും മാത്രം സൗന്ദര്യമൊന്നും ഞാൻ ഈ കൊച്ചിന്റെ മുഖത്ത് കാണുന്നില്ലല്ലോടാ. അതെന്താ, നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുണ്ടോ? കൃഷ്ണ, നീ ഇതിലിടപെടണ്ട. പിന്നെ ആരിടപെടുന്നത് നോക്കിയിരിക്കുക നിങ്ങള്. അതെ, മോള് ചെല്ല്. ചേട്ടൻ ഈ ചേട്ടന്മാരോടൊന്ന് സംസാരിക്കട്ടെ. പിന്നെ ഈ ചേട്ടന്മാര് പ്രത്യേകം പറഞ്ഞല്ലേ, മോള് സൗന്ദര്യം നന്നായി നോക്കണേ. ചെല്ലിയല്ലേ, ഞങ്ങൾക്ക് കുറച്ച് സീക്രട്സ് പറയാനുണ്ട്, അതാ. കൃഷ്ണ, നിനക്ക് ഞങ്ങളോട് വല്ല ദേഷ്യമുണ്ടോ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നീ എന്തിനാടാ എപ്പോഴും വന്ന് ഞങ്ങളുടെ മണ്ടയ്ക്ക് കയറുന്നത്? നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ? ആയിക്കോട്ടെ, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ കാര്യം മാത്രം നോക്കി നടന്നോളാം. പക്ഷെ അതിന് നിങ്ങളോട് ഒന്ന് സഹകരിക്കണം. ഇവിടെ റാഗിങ്ങളോടല്ലെന്ന് ഞാനോ മാനേജ്മെന്റോ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ പെൺപിള്ളേരുടെ ദേഹത്തോട് അവരോട് അശ്ലീല ചൊവ്വയോടെ സംസാരിക്കുക, അതൊക്കെ അങ്ങ് നിർത്തിയേക്ക്. എന്തൊക്കെ നിർത്തണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിനിവിടെ ആരുടെ ഉപദേശം വേണ്ട. അങ്ങനെയാണോ? എന്നാ പിന്നെ എന്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ഞാനും തീരുമാനിച്ചോളാം. പിന്നെ ഇതുപോലെയൊക്കെ ഞാൻ കണ്ട ഇനിയും കയറി ഇടപെടും. അതിപ്പോ ഒരു അടിയിലാണ് അവസാനിക്കുന്നെങ്കിൽ അങ്ങനെ. ശരി എന്നാ ജോണേ, നന്നായിട്ടിരിക്കണേ. ഇവനാണോ ഈ കോളേജിന്റെ ഭരണം? ഇവനെന്നെ അറിയില്ല. അജിത്തെ വേണ്ട. നമുക്ക് ഇവന്റെ കണ്ണെത്താത്ത സ്ഥലം ഈ കോളേജിൽ എവിടെയെങ്കിലും ഉണ്ടോന്ന് പോയി അന്വേഷിക്കാം. അവിടെ ആവുമ്പോ പിന്നെ ഇവനെ പേടിക്കണ്ടല്ലോ. അപ്പോ ബാക്കിയുള്ളവര് പറയുന്നത് പോലെ ഒന്നും അല്ല ആള്. ചിത്ത് പറഞ്ഞതുപോലെ ഒരു പാവം തന്നെ. ഇടയ്ക്ക് ചില അടിപിടി കേസുകളൊക്കെ ഉണ്ടെങ്കിലും കൊള്ളാം. ഹായ്, ഇതാരാ? ഞാനൊന്ന് കാണണോന്ന് വിചാരിച്ച് നടക്കുവായിരുന്നു. അപ്പത്തേനും അങ്ങ് കണ്ടു കിട്ടിയല്ലോ. ഇതെന്താ ഒറ്റയ്ക്കുള്ളോ? തന്റെ ഫ്രണ്ട്സ് ഒക്കെ? ഓ, ഈ കോളേജിൽ ഇതുവരെ തനിക്ക് ഫ്രണ്ട്സ് ഒന്നും ആയില്ല? ഫ്രണ്ട്സ് ഉണ്ടല്ലോ, സാക്ഷിയും ഇഷയും. അവരാ എന്റെ ഫ്രണ്ട്സ്. അവരെ നോക്കുമായിരുന്നു ഞാൻ. അവരെ നോക്കി വന്നതാ ഇങ്ങോട്ട്. ഓ, അത് കൊള്ളാലോ. അവരാണോ തന്റെ ഫ്രണ്ട്സ്? തന്റെ ഒരു ഫ്രണ്ടില്ലേ ഈശ? ആ കുട്ടി എങ്ങനെയാ? അവള് നല്ല കുട്ടിയാണല്ലോ. എന്തിനാ നോക്കാനാ? അതെയല്ലോ, നോക്കാനാ. എനിക്കല്ല, തന്റെ ചേട്ടന്. ഓ, അപ്പൊ അതും ഉണ്ട്. എന്നിട്ട് എവിടെ? പ്ലാനിങ്ങിലാണ്. അവിടെ ഉണ്ട്. ഞാൻ പിന്നെ അവിടെ ഒന്ന് ബോറടിച്ചപ്പോ തന്നെ കാണാലോ എന്ന് വിചാരിച്ചു വന്നതാ. എന്നെ കാണാനോ? ആഹാ, അത് കൊള്ളാലോ. എന്തിന്? അങ്ങനെയൊക്കെ ചോദിച്ചാ വെറുതെ ചുമ്മാ. ഞാനിതുവരെ അവന്റെ പെങ്ങളെ കണ്ടിട്ടില്ലല്ലോ. അപ്പോ ഒന്ന് കണ്ട് സംസാരിക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ.
ഓഹോ, എന്നിട്ട് ചേട്ടാ താങ്ക് യു. താങ്ക് യു. ആ കുട്ടിയോ? എന്തിന്? അത് പിന്നെ ചേട്ടൻ അവിടെ വന്നതുകൊണ്ടാ അവരെന്നെ വിട്ടത്. ഞാൻ കുറെ നേരമായി ശ്രമിച്ചോണ്ടിരിക്കുവായിരുന്നു അവിടുന്ന് പോവാനായിട്ട്. പക്ഷേ ഓ അതിനാണോ? എടോ, ആരെങ്കിലൊക്കെ തന്നെയൊക്കെ പിടിച്ചിങ്ങനെ റാഗ് ചെയ്യുമ്പോ നിങ്ങളൊക്കെ ഒന്ന് പ്രതികരിക്കാൻ പഠിച്ചാൽ മതി. എന്നാ പിന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഇതുപോലെ വഴക്കുണ്ടാക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. എന്നെ അവിടെ നിന്ന് വിടാൻ വേണ്ടി ഞാൻ അവരോട് കുറെ പറഞ്ഞതാ, പക്ഷെ അവര് കേട്ടില്ല. പിന്നെ പ്രതികരിക്കാനായിട്ട് ആ സമയത്ത് അങ്ങനെയൊന്നും. ആ അതുള്ളതാ. ആർക്കും അങ്ങനെ പെട്ടെന്ന് കയറി റിയാക്ട് ചെയ്യാൻ പറ്റിയതൊന്നും വരില്ല. എന്നാലും കുറച്ചൊക്കെ ബോൾഡായിട്ട് നിക്ക്. അവന്മാരൊന്നും ഒന്നും അല്ലെന്നേ. പിന്നെ കംപ്ലൈന്റ് കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. ഇതുപോലെ എന്തൊരു ചെറിയ സസ്പെൻഷനിലൊക്കെ ആയിട്ടങ്ങ് ഒതുങ്ങും. നിങ്ങളൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യാൻ തുടങ്ങി നോക്കിക്കേ, അപ്പൊ എല്ലാരും ഒതുങ്ങിക്കോളും. ശ്രമിക്കാം. എന്തായാലും താങ്ക് യു ചേട്ടാ. ചേട്ടനപ്പോ അവിടെ വന്നതുകൊണ്ട്. ഏയ് അതൊന്നും കുഴപ്പമില്ല. ഇനി ഇനി റിയാക്ട് ചെയ്യാനുള്ള ചെറിയ ധൈര്യം കാണിച്ചാൽ മതി. ചെല്ല്. അപ്പോ ആള് ഞാൻ വിചാരിച്ചതുപോലെ അല്ല. അതിന് താൻ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? അത് ഇവിടെ എല്ലാരും പറയുന്നത് തന്നെ, നിങ്ങളൊരു വഴക്കാളിയാണെന്ന്. പിന്നെ ഈ കണ്ടവരോടൊക്കെ കയറി വഴക്കുണ്ടാക്കുമ്പോ എന്ത് സുഖം കിട്ടുന്നേ? അതൊരു പ്രത്യേക സുഖമാ. അങ്ങനെ പറഞ്ഞറിയിക്കാനൊന്നും പറ്റത്തില്ല. എന്റെ അറിയണമെന്ന് നിർബന്ധമുണ്ടോ? അതെ, ഈ സീനിയർ എന്ന് പറഞ്ഞ കണ്ടവരുടെ ഒക്കെ സീനി കയറി മേയുന്നവൻ എന്നാണോ? ഏ അത് കൊള്ളാലോ. എനിക്കിഷ്ടാവുന്നുണ്ട് തന്റെ സംസാരം. ഓഹോ, ശരിക്കും? അങ്ങനെ ദിവസങ്ങൾ പോകെ അവരുടെ ഇടയിൽ ഒരു വലിയ സൗഹൃദം വളർന്നു വന്നു. പ്രണയമാണോ സൗഹൃദമാണോ എന്ന് തെറ്റിദ്ധരിക്കത്തക്കമുള്ള ഒരു ബന്ധമായിരുന്നു അത്. കൃഷ്ണയാണെങ്കിൽ തനിക്ക് അവളോട് പറയാനുള്ളതെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ടിരുന്നു. അവൾക്കും അവനോട് തിരിച്ച് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടെന്നുള്ള തരത്തിലായിരുന്നു അവളുടെയും പെരുമാറ്റം. അങ്ങനെ ഒരു ദിവസം കൃഷ്ണ അവന്റെ മനസ്സ് അവൾക്ക് മുമ്പിൽ തുറക്കാൻ തീരുമാനിച്ചു. ഇപ്പോഴെങ്കിലും നിനക്കൊന്ന് തുറന്ന് പറയാൻ തോന്നിയല്ലോ. ചെല്ല് പോയി പറയും. ഓൾ ദി ബെസ്റ്റ് അളിയാ. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്, എടാ വേണോടാ എന്റെ പൊന്നളിയ, ഇന്നെങ്കിലും ഒന്ന് പോയിട്ട് നീ അവളോട് പറ. നിന്റെ മനസ്സ് മാറ്റല്ലേ. എന്താ ഇത്ര ആലോചിക്കാനിരിക്കുന്നേ? എടാ എത്രയാന്ന് വെച്ചാ. കൃഷ്ണ, ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നിന്നെ ഞാൻ തടയുന്നില്ല. ഇനി എങ്ങാനും അവള് നോയാണ് പറയുന്നതെങ്കിൽ നീ അവളെ ശല്യം ചെയ്തു എന്ന് ഞാൻ കേൾക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? എടാ നീ ഇങ്ങനെ സീരിയസ് ആവാതെ. കൃഷ്ണ പോയി പറയ്. അവള് നിനക്കുള്ളതാടാ. അത് തന്നെ. നീ അവളെ എവിടെ ഉള്ളേന്ന് വിളിച്ച് ചോദിക്കും. എന്നിട്ട് അങ്ങോട്ട് ചെന്നിട്ട് കൂളായിട്ട് എല്ലാം പറയും. അവളുടെ കാര്യത്തിൽ നീ പേടിക്കുകയേ വേണ്ട. അവൾ ഉറപ്പായിട്ട് നിന്നെ അക്സെപ്റ്റ് ചെയ്യും. കൂട്ടുകാരെല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെ കൃഷ്ണ അവളോടെല്ലാം തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ ജിത്തു എന്താണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ള ചിന്ത അപ്പോഴും അവന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നിരുന്നാലും അവൻ അവളോട് തുറന്നു പറയുക തന്നെ ചെയ്തു. പക്ഷെ അവൾ ഇഷ്ടമല്ല, എനിക്കിതൊന്നും പറ്റില്ല. ഞാൻ നിങ്ങളെ ഇതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ജിത്തുവേട്ടനെ പോലെ തന്നെയാ നിങ്ങൾ എല്ലാരെയും ഞാൻ കണ്ടത്. ചേട്ടനെ പക്ഷെ എടോ ഞാൻ വേണ്ട. അപ്പൊ ഇത്രയും നാൾ എന്നോട് സംസാരിച്ചതും എന്റെ കൂടെ നടന്നൊക്കെ ഇത് മനസ്സിൽ വെച്ചോണ്ടായിരുന്നല്ലേ? എന്റെ ചേട്ടന്റെ ഫ്രണ്ടാണല്ലോ, നിങ്ങൾ എന്റെ ചേട്ടനെ പോലെ ആണല്ലോ എന്ന് വിചാരിച്ചതുകൊണ്ടാ ഞാൻ നിങ്ങളോട് അത്രയും ഫ്രീഡം കാണിച്ചത്. അങ്ങനെയല്ല. എനിക്ക് തന്നെ അന്ന് ആദ്യമായി കണ്ടപ്പോഴേ ഇഷ്ടമായതായിരുന്നു. എനിക്കൊന്നും അറിയില്ലല്ലോ താൻ അവന്റെ പെങ്ങളാണെന്ന്. പിന്നെ ഇത്രയും ദിവസം പറയാതിരുന്നത് അതൊരു പറ്റിയ അവസരം വരട്ടെ എന്ന് വിചാരിച്ചതുകൊണ്ടാ. എടോ താൻ ഇങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? നിങ്ങൾക്ക് എസ് ഓർ നോ കേട്ടാ പോരെ? എന്നാ കേട്ടോ, നോ. എനിക്കിഷ്ടമല്ല. കൃഷ്ണ നീ ഇങ്ങനെ കരയാതെ. ശരിയായിരിക്കും, അവള് ചിലപ്പോ നമ്മൾ അങ്ങനെയൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക നിന്നെയും. അത് നിനക്കായിരിക്കും ചിലപ്പോ മനസ്സിലാകാതെ പോയത്. അതിന് അവളെ തെറ്റു പറയാൻ പറ്റില്ല, നിന്നെയും. എടാ എന്നാലും ഞാൻ അങ്ങനെ വിചാരിച്ചില്ല അവൾ എന്നോട് അങ്ങനെ പറയുമെന്ന്. ശരിക്കും എടാ അവളത് വെറുതെ പറഞ്ഞായിരിക്കുമെടാ. എടാ എനിക്ക് കുറെ വട്ടം തോന്നിയിട്ടുള്ളതാടാ അവക്കും എന്നോട്. കൃഷ്ണ എന്താ ഇത്? എടാ വേണ്ട, വിട്ടേക്ക്. എങ്ങനെ വിടാനാടാ? ഇത്രയും ദിവസം എനിക്ക് ഉണ്ടായിരുന്നതിനൊക്കെ അവള് വെറും 2 അക്ഷരം കൊണ്ട് അവസാനിപ്പിച്ചില്ലേ. എനിക്ക് പറ്റുന്നില്ലടാ. എടാ നിനക്ക് അവളേക്കാൾ നല്ല പെങ്കൊച്ചിനെ കിട്ടും. വെറുതെ എന്തിനാടാ ഇങ്ങനെ അവളെ ഓർത്ത് സങ്കടപ്പെടുന്നേ? കൃഷ്ണ വേണ്ടടാ. നിനക്കറിയായിരുന്നല്ലേ അവക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്. അതുകൊണ്ടാണോ നീ എന്നോട് പറഞ്ഞത് ഇത് നടക്കില്ലെന്ന്? അങ്ങനെയൊന്നും അല്ലടാ. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ കരയാതിരിക്കേ.
ഞങ്ങളൊക്കെ ഇല്ലേ നിനക്ക്? ഇപ്പൊ അവളില്ലെന്ന് വിചാരിച്ച എന്താ? നീ കുറച്ചു ദിവസമല്ലേ ആയിട്ടുള്ളൂ അവളെ കാണാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതങ്ങനെ എന്റെ മനസ്സിന്ന് അത്ര പെട്ടെന്നൊന്നും പോവില്ലടാ. അത്രയും അത്രയും ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. ഈ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ. ഇല്ലടാ, എല്ലാം ഓക്കെ ആവും. ഞങ്ങളൊക്കെ ഇല്ലേ നിനക്ക്? കൃഷ്ണ നോക്ക്, അവക്ക് വേണ്ടെങ്കിൽ നിനക്കാണോ? പോവാൻ പറയടാ. അവളുടെ ആ വാക്കുകൾ കൃഷ്ണയെ ഒരു ഡിപ്രഷനിലേക്ക് തന്നെ എത്തിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. എന്നാൽ സിദ്ധുവും ഋഷിയും ജിത്തുവും അവന്റെ കൂടെ തന്നെ അവനെ ഓക്കെ ആക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇനി ബാക്കിയുള്ള കോളേജ് ലൈഫ് ഹാപ്പിയായി അടിച്ചു പൊളിക്കാൻ തന്നെ അവരും തീരുമാനിച്ചു. എന്നാൽ അതിനിടയിലും അവന്തികയെ പറ്റി ചിന്തിക്കാതിരിക്കാൻ കൃഷ്ണയ്ക്ക് കഴിയുമായിരുന്നില്ല. അവൻ അവൾക്ക് ഒരു ശല്യത്തിനും നിന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം 2 ദിവസമായിട്ട് അവൻ വരുന്നേ ഇല്ലല്ലോടാ. വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഞാൻ എത്ര വിളിച്ചു എന്നറിയോ? ഫോൺ സ്വിച്ച് ഓഫ് ആന്നാ പറയുന്നേ. ഞാനും കുറെ വിളിച്ചു നോക്കി, ഒരനക്കവും ഇല്ല. എടാ, നമുക്കേ അവന്റെ വീട് വരെ ഒന്ന് പോയാലോ കൃഷ്ണ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നേരിട്ട് ചോദിച്ചാ പോരെ. ദേ അവൻ. എന്താടാ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഡാ കോപ്പെ, നീ ഇത് എവിടായിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസം? എത്ര വിളിച്ചു? നിന്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ്? നിങ്ങൾ വിളിച്ചിരുന്നോ? ഫോൺ എടാ, അതെന്റെ ഫാമിലിയിൽ കുറച്ച് പ്രോബ്ലംസ്, അതാ നിങ്ങളോട് പറയാൻ പറ്റിയില്ല. എന്ത് പ്രോബ്ലംസ്? എന്തിനെങ്കിലും നീ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളതല്ലേ? ആടാ, പക്ഷെ ഇത് പറയാനുള്ളൊരു സ്പേസ് കിട്ടിയില്ല. ഞാൻ കുറച്ച് ബിസിയും കൂടെ ആയിരുന്നു. പിന്നെ ഫോൺ ആണെങ്കിൽ ഫോൺ എവിടാന്ന് എനിക്ക് വീട്ടിലുണ്ടാവൂടാ. ഞാൻ എടുത്തിട്ട് കുറെ ദിവസമായി. ഡാ ജിത്തു. എടാ ഋഷി വന്നേ, നമുക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് വല്ലതൊക്കെ കഴിക്കാം. നല്ല വിശപ്പ്. ജിത്തു പറയ്, എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒന്നുമില്ലടാ. എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്താടാ, എന്തെങ്കിലും സീരിയസ് മാറ്റർ ആണോ? നീ ഫോൺ പോലും എടുത്തിട്ട് കുറെ ദിവസമായി എന്ന് പറയുമ്പോ എന്താടാ, എന്താ കാര്യം? നീ അത് പറയും. എന്ത് പ്രശ്നം? എടാ, ഫോണിന്റെ ആവശ്യം എനിക്കിപ്പോ ഇല്ല. അതാ പിന്നെ ഞാൻ അതങ്ങനെ എടുക്കാത്തെ. പിന്നെ ഫോൺ എടുത്താലല്ലേ നിങ്ങളൊക്കെ വിളിച്ചു പറയാനും അറ്റ്ലീസ്റ്റ് മെസ്സേജ് അയക്കാനൊക്കെ പറ്റുള്ളൂ. അവന്തിക എവിടെ? ഞങ്ങൾ സാക്ഷിനോടും മിഷേനോടും ചോദിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് അവള് 2 ആഴ്ചയായി ക്ലാസ്സിൽ വന്നിട്ടെന്നാ. ക്ലാസ്സിലുള്ള ആർക്കും കൂടുതലൊന്നും അറിയില്ല. പക്ഷെ ഒന്നറിയാം, അവൾക്ക് വയ്യ. എടാ, അവക്ക് അങ്ങനെ ഒന്നും ഇല്ലടാ. പിന്നെ അവൾ എന്തുകൊണ്ട് ക്ലാസ്സിൽ വരുന്നില്ല? നീയും ലീവ് ആയിരുന്നില്ല 2 ദിവസം? എന്തുകൊണ്ട്? അവരത് പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചത് അവൾക്ക് എന്തോ പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാ. പക്ഷെ 2 ആഴ്ച നീളുന്ന പനിയോ? ജിത്തു, എന്താ സംഭവം ശരിക്കും? പറയടാ. എന്തു തന്നെയാണെങ്കിലും നമ്മൾ ഒന്നിച്ചൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കില്ലേ? ഇനി നിന്റെ വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം? കൃഷ്ണ, സിദ്ധു, ഋഷി, എന്റെ അനിയത്തി, അവള് ഹോസ്പിറ്റലിലാടാ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട്. ഹോസ്പിറ്റലോ? എന്തിന്? അവൾക്ക് എന്തു പറ്റി? അവൾക്ക് പെട്ടെന്നൊരു തലകറക്കം. ഒരു തലകറക്കം വന്നതുകൊണ്ട് ഹോസ്പിറ്റലിലാവാനും വേണ്ടി. അല്ലടാ, എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ തന്നെയാണോ അതോ വീട്ടിലേക്ക് വന്നോ? ഡോക്ടർ എന്താ പറഞ്ഞേ? കൃഷ്ണ, അവളൊരു ക്യാൻസർ പേഷ്യന്റ് ആടാ. എന്ത്? ഡാ, നീ എന്തൊക്കെയായി പറയുന്നേ? സത്യമാണ്. സ്കിന്നിലാ, കുറച്ചായി. എടാ പക്ഷേ കൃഷ്ണ, അവളന്ന് നിന്നെ റിജക്ട് ചെയ്തത് നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല. അത് ഈ കാരണം കൊണ്ടാ. നീ എന്നോട് ചോദിച്ചിരുന്നില്ലേ നിനക്ക് അവളോട് ഇങ്ങനെ ഫീലിങ്സ് ഉണ്ട് എന്നുള്ളത്? അവൾക്കറിയായിരുന്നില്ലേ എന്ന്? അറിയാമായിരുന്നു. ഞാൻ തന്നെയാ അവളോടത് പറഞ്ഞതും. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ശരിക്കും പറഞ്ഞാലേ കൃഷ്ണ ഭയങ്കര പാവാ. അവന് തന്നെ അത്രയങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ആദ്യമായിട്ടാ അവൻ ഇങ്ങനെ ഞങ്ങളോടൊക്കെ പറയുന്നത് തന്നെ. അയാളെ ആർക്കായാലും ഇഷ്ടപ്പെട്ടു പോവും. എന്നോടും സംസാരിച്ചിരുന്നു. നീ ഒന്നും പറഞ്ഞില്ല. എന്തു പറ്റി മോളെ? നിനക്ക് അവൻ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലെന്ന് എങ്ങനെയായിട്ടാ ഞാൻ പറയാ? എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ, എന്നിട്ട് എന്തിനാ? നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. നോക്ക്, ഈ മനുഷ്യന്മാരുടെ കാര്യമൊന്നും തീരുമാനിക്കുന്നത് നമ്മളല്ല. എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. അതെ, എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഇനി ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായി എന്നിരിക്കട്ടെ. അത് കഴിഞ്ഞ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ എന്തിനാ വെറുതെ ഞാനായിട്ട് ആ ചേട്ടനെ കൂടെ വേദനിപ്പിക്കുന്നേ? നീ അവനെ റിജക്ട് ചെയ്താ ചിലപ്പോ അതവന് വലിയൊരു വിഷമം തന്നെ ഉണ്ടാക്കും. ഞാൻ ആ ചേട്ടനെ അക്സെപ്റ്റ് ചെയ്താ ഏറ്റവും കൂടുതൽ വേദന ആ ചേട്ടന് കൊടുക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. സ്വന്തം ജീവനൊരു ഉറപ്പുമില്ലാണ്ട്. വേണ്ട, നീ പറഞ്ഞാ മതി എനിക്ക് ഇഷ്ടമല്ലെന്ന്. അവനോട് എനിക്കത് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം അവൻ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് അവന്റെ വാക്കുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായതാ. അതുകൊണ്ട് മാത്രം ഞാനിപ്പോ നിന്നോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നത് പോലും. ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാം ഇതറിയാം. ഞാൻ തന്നെ അവരോട് പറഞ്ഞതും.
ചിലപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും സമ്മതിച്ചെന്നിരിക്കും, പക്ഷെ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് മനസ്സിലാകും ആ ചേട്ടൻ എന്നോട് എന്താ ഉള്ളതെന്ന്. പക്ഷെ സ്നേഹിച്ചു പോയി എന്നുള്ളതിന്റെ പേരിൽ ആ ചേട്ടന്റെ ജീവിതകാലം മുഴുവൻ ഒരു വേദനയായി മാറാൻ എനിക്ക് കഴിയില്ല. ഒരിക്കലും നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാ അന്ന് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. അന്ന് നീ ചോദിച്ചില്ലേ അവൾ എന്താ അങ്ങനെ ഷോർട്ട് ഹെയർ ആക്കി വെച്ചിരിക്കുന്നതെന്ന്? ഇപ്പൊ നിനക്ക് അതിന്റെ റീസൺ മനസ്സിലായോ? പിന്നെ അവളെ ഞാനെങ്കിലും മനസ്സിലാക്കണ്ടേടാ, എന്റെ അനിയത്തിയല്ലേ. ജിത്തു, നമുക്ക് ഹോപ്പ് എന്ന് പറയാനായിട്ട് ഹോപ്പ് ഇല്ലെന്നല്ലടാ, ഹോപ്പ് ഉണ്ട്. സെക്കൻഡ് സ്റ്റേജാ. പിന്നെ അത് എത്ര പെർസെന്റേജ് എന്നറിയാത്തെ. അപ്പോ നിങ്ങൾ വേറെ നല്ല ഡോക്ടേഴ്സിനെ ഒന്നും ട്രൈ ചെയ്തില്ലേ? എവിടെ പോയാലും എല്ലാ ഡോക്ടേഴ്സിനും ഇതൊക്കെ തന്നെ പറയാനുള്ളടാ. എവിടെ പോയാലും എല്ലാ ഡോക്ടേഴ്സിനും ഇതൊക്കെ തന്നെ പറയാനുള്ളടാ. പിന്നെ അന്നത്തെ നിന്റെ അവസ്ഥ കണ്ട് വീട്ടിൽ പോയിട്ട് ഞാൻ അവളോടെല്ലാം പറഞ്ഞിരുന്നു. വീട്ടില് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും നിന്നെ അറിയാലോ. ഇപ്പൊ ഇതോടെ ആയപ്പോ അങ്ങനെ ഹോസ്പിറ്റലിലാവുന്നത്. അവളിപ്പോ എവിടെയാ? കൃഷ്ണ, അവളിപ്പോ ഓക്കെയാണ്. അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നീ വെറുതെ ടെൻഷൻ ആവണ്ട. ജിത്തു, അവന്തിക്ക് ഇപ്പൊ എവിടെയാ? എനിക്ക് അവളെ കാണണം. അവളിപ്പോ സിറ്റി ഹോസ്പിറ്റലില്. താനിവിടെ നിൽക്ക്, ഞാൻ പോയി ഡോക്ടർ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ വാങ്ങിയിട്ട് വരാം. ആ ശരി. അച്ഛാ, അതിങ്ങ് തന്നേക്ക്, ഞാൻ പോയി വാങ്ങാം. ജിത്തു, നീ രാവിലെ കോളേജിൽ പോയതല്ലേ, എന്നിട്ട് എന്താ ഇപ്പൊ ഇവിടെ? ഇതെന്താ, കൂട്ടുകാരെല്ലാരും ഉണ്ടല്ലോ. ആ അച്ഛാ, ഇവര് ഇപ്പഴാ അറിഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോ അവളെ കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതാ. ആണോ? എടാ മക്കളെ, അവക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്തിനാ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നേ? ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പതിയെ വന്നാ പോരായിരുന്നോ വൈകുന്നേരം എങ്ങാൻ? അത് കുഴപ്പമില്ല ആന്റി, ഇവൻ ഞങ്ങളോട് ഒന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പോ അറിഞ്ഞപ്പോ ഇങ്ങോട്ട് വരണമെന്ന് തോന്നി, അതാ വന്നേ. ആ അങ്കിളെ, അവന്തികേനെ ഒന്ന് കേറി കാണാൻ പറ്റുമോ? ഇപ്പൊ റൂമില് ഡോക്ടർ ഉണ്ട് സിദ്ധു, ഇറങ്ങിക്കഴിഞ്ഞാ നമുക്ക് കയറി കാണാം. ഞാൻ മെഡിസിൻ വാങ്ങാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ, അപ്പോഴാ നിങ്ങൾ വന്നേ. എന്നാ അങ്കിളെ, ഞാൻ പോയി വാങ്ങാം. കൃഷ്ണ, വേണ്ട, നീ ഇവിടെ നിക്ക്. അച്ഛാ, ഞാൻ വാങ്ങിട്ട് വരാം. എടാ നിക്ക്, ഞാനും കൂടെ വരാം. സിദ്ധുവേട്ടാ, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങള് ചിത്തുവിന്റെ കൂടെ. അല്ല സാക്ഷി, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? ഞങ്ങൾ അവന്തികനെ കാണാനായിട്ട് വന്നതാ. അവൾ എവിടെ? മോൾ ഓക്കെ ആണ് മക്കളെ? നിങ്ങള് അവളുടെ ഫ്രണ്ട്സ് ആണോ? അതെ ആന്റി, ഞങ്ങൾ അവളെ കുറെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ അവള് ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു. ഇവിടെയാന്ന് പറഞ്ഞു, അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇവര് ഇതുപോലെയൊക്കെ തന്നെയാണല്ലോ ഇവിടെ വന്ന് പറഞ്ഞത്. എടാ പിള്ളേരെ, നിങ്ങൾ എന്തിനാ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നേ? അവക്ക് ഒരു കുഴപ്പമില്ല, അവന്തിക ഓക്കെ ആണ്. സാക്ഷി, നിങ്ങക്ക് ക്ലാസ് ഉള്ളതല്ലേ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? സിദ്ധുവേട്ട അവള് ഹോസ്പിറ്റലിലാന്ന് അറിഞ്ഞപ്പോ ഇങ്ങോട്ട് വരാതിരിക്കാൻ തോന്നിയില്ല, അതാ വന്നേ. അപ്പൊ നിങ്ങൾ എല്ലാരും തമ്മിൽ പരിചയമുണ്ട് അല്ലേ? ആന്റി ആട്ടവന്റെ ഗേൾ ഫ്രണ്ടാ, അതാ അങ്ങനെ ചോദിച്ചേ. ആഹാ, അപ്പൊ എല്ലാവർക്കും ഉണ്ടോ ഗേൾ ഫ്രണ്ട്സ്? ഏ ഇഷ, താൻ. ഓ സാക്ഷി, നിങ്ങൾ എന്താണ് ഇവിടെ? ചേട്ടാ, ഞങ്ങള് അവന്തികനെ കാണാനായിട്ട് വന്നതാ. എന്നാ പിന്നെ നിങ്ങൾ വരുമ്പോ ഞങ്ങളോടുകൂടെ ഒന്ന് പറയാറുന്നില്ലേ? ഞങ്ങള് കോളേജിൽ നിന്നാണല്ലോ വരുന്നേ. എക്സ്ക്യൂസ് മീ, അവന്തികയുടെ റിലേറ്റീവ്സ് അല്ലേ? അതെ ഡോക്ടർ, മോക്കിപ്പോ ഷീസ് പെർഫെക്റ്റ്ലി ഫൈൻ. ഇപ്പൊ തൽക്കാലം പേടിക്കാനായിട്ട് ഒന്നുമില്ല. കാണേണ്ടവർക്കൊക്കെ കയറി കാണാൻ കേട്ടോ. കൃഷ്ണ, നീ ചെല്ല്, കേറി കാണ്. ഏ ചേട്ടൻ ചേട്ടൻ എന്താ ഇവിടെ? എന്തേ? എനിക്കിങ്ങോട്ട് വന്നൂടാ, തന്നെ കാണാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഏ അങ്ങനെയൊന്നുമില്ല ചേട്ടാ. അല്ല, ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ. എന്താ ഇങ്ങോട്ട്? അമ്മ, അച്ഛൻ? അവരെല്ലാം പുറത്തുണ്ട്, തന്റെ ഫ്രണ്ട്സും ഉണ്ട്. എല്ലാവരുടെ അനുവാദത്തോടു കൂടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് കേറിയത്. തന്നെ അവർ സ്ട്രെയിൻ ചെയ്യിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വന്ന കാര്യം പറഞ്ഞിട്ട് ഞാനങ്ങ് പോയേക്കാം. എന്താ? ഐ ലവ് യു. താനിവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം. ചേട്ടൻ ഇത് എന്നെ പറ്റി എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അറിയാത്തതായിട്ട് എന്തെങ്കിലുമൊക്കെ തനിക്ക് പറയാനുണ്ടോ? എല്ലാം എനിക്കറിയാം. അതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഇപ്പൊ ഞാൻ തന്നെ സ്നേഹിക്കുന്നത്. തന്നോട് ആദ്യം ഉണ്ടായിരുന്ന ഇഷ്ടത്തിന്റെ ഒരു തരി പോലും ഇപ്പൊ കുറഞ്ഞിട്ടില്ല. ഇനി താനായിട്ടെല്ലാം എന്നോട് തുറന്നു പറഞ്ഞാലും ഒരംശം പോലും അതിൽ നിന്ന് കുറയൊന്നും പ്രതീക്ഷിക്കണ്ട. അങ്ങനെയാണെങ്കിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാ അത് ഞാൻ ചേട്ടന് തരുന്ന ഏറ്റവും വലിയ വേദനയായിരിക്കില്ലേ? തനിക്കെന്തെങ്കിലും സംഭവിച്ചാലല്ലേ? തനിക്കൊന്നും സംഭവിക്കില്ല, ആ വിശ്വാസം എനിക്കുണ്ട്. അതല്ല, ഞാനിനി എത്ര കാലം ജീവിക്കുമെന്ന്. അവന്തിക, എടോ, റിക്കവർ ആകണമെന്നുള്ള പ്രതീക്ഷ ആദ്യം വേണ്ടത് തനിക്കാ. തന്റെ കൂടെ ലൈഫ് ലോങ് ഞാനുണ്ടാവും, എന്താണെങ്കിലും. ഞാനൊന്നും പറഞ്ഞു തീർന്നില്ല. എന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ സമ്മതിക്കേ.
താനൊന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. ഇനി എന്നെ ഇഷ്ടമല്ലെന്ന് കള്ളം പറയാനും നോക്കണ്ട, അതും എനിക്കറിയാം. അപ്പോ ഇവിടത്തെ കാര്യമൊക്കെ എങ്ങനെയാ? നിങ്ങളുടെ പ്രേമമൊക്കെ എവിടം വരെ എത്തി? ഏ അച്ഛാ, അപ്പൊ ഇതെല്ലാം അച്ഛനും? അങ്കിളെ, ഒരു 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് അങ്കിളിന്റെ ഈ മോളെ എനിക്ക് കെട്ടിച്ചേരാൻ പറ്റുമോ? കെട്ടിച്ചു തരാൻ? ഓ പിന്നെന്താ, നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്കാണോ? അച്ഛാ, ഇടിമോളെ അച്ഛൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. അമ്മയ്ക്കും ഒക്കെ ആയിരിക്കും. ഇനി നിങ്ങൾ സംസാരിച്ചൊരു തീരുമാനത്തിലെത്ത്. എന്നിട്ട് 2 വർഷോ 3 വർഷോ 4 വർഷോ കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. അച്ഛ ഇത് അങ്ങനെയല്ല. വേണ്ട വേണ്ട, യു ക്യാരി ഓൺ. ഞങ്ങൾ എല്ലാരും പുറത്തുണ്ടേ. അപ്പോ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി താൻ ഇവിടെ നോക്ക്, ഞാൻ തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങളെന്താ ആ റൂമിൽ കയറിയപാടെ ഇങ്ങ് ഇറങ്ങിയത്? പിള്ളേരവിടെ ലൈഫ് പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ അവിടെ നമ്മുടെ ആവശ്യമില്ലല്ലോ. നിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സാക്ഷി മോള് സിദ്ധുവിന്റെ ഗേൾഫ്രണ്ട്. അപ്പോ ഇഷ ഈ കൂട്ടത്തിൽ ആരുടെ ഗേൾഫ്രണ്ടാ? അങ്കിളിന്റെ മോന്റെ ഗേൾഫ്രണ്ട്, അല്ലാണ്ട് ആരുടെയാ? ഷേ, ഗേൾഫ്രണ്ട് അങ്ങനെ അടച്ചു പറയല്ലടാ. പ്രപ്പോസ് ചെയ്യാതെ എങ്ങനെയാ ഗേൾഫ്രണ്ട് ആവാ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവക്കും ജിത്തുവേട്ടന് ഇഷ്ടമാ. ഏ എന്ത്? നീ ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ? എന്റെ മോന്റെ വൺ സൈഡ് ലവും സക്സസ് ആയെന്ന്. അപ്പോ ഇത് അങ്കിളിന് അറിയായിരുന്നോ? അങ്കിളിന് മാത്രല്ല, ആന്റിക്കും അറിയായിരുന്നു. കൃഷ്ണ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം മോള് വന്നിട്ട് ഞങ്ങളടുത്ത് 2 പേരെടുത്ത് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. പിന്നെ ഇവനായിട്ട് പറയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഞങ്ങള്. ആഹാ, ബെസ്റ്റ്. മോളെ നല്ല വീട്ടുകാരെ എന്തിനാ കെട്ടിയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളെല്ലാരും സെറ്റായ? ഞാൻ മാത്രമേ ഉള്ളൂ സിംഗിള്? അളിയ, നീ സിംഗിളാന്ന് മാത്രം പറയരുത്. നിനക്ക് ഒന്നൊന്നും അല്ലല്ലോ. അതെ, ഇവനെ ആർക്കും അറിയത്തില്ല. അളിയ, നിന്റെ കഥകൾ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണോ? അയ്യോ വേണ്ട, നിങ്ങളെല്ലാരും സന്തോഷിക്കും. നിങ്ങളുടെ എല്ലാവരുടെ സന്തോഷത്തില് ഞാനും പങ്കുചേരാം. എനിക്ക് സിംഗിൾ ആയാ മതി. മനസ്സിലായോ? തന്റെ കാര്യത്തില് നല്ല ഹോപ്പുണ്ട്. പിന്നെ തനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ തന്നെ അങ്ങനെ എവിടേക്കെങ്കിലും ഒക്കെ അങ്ങ് ഒറ്റയ്ക്ക് വിടുമെന്ന്? അത് ഈ ജന്മത്ത് നടക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. എന്തു പറ്റി അവന്തിക? താൻ അറിയോ? ഓക്കേ? ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് മരണത്തെ പേടിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്നോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്തോ എവിടെ ഒരു ചെറിയ പേടി പോലെ. ട്രസ്റ്റ് മീ, തന്നെ ഒരു മരണത്തിനും തോൽപ്പിക്കാനാവില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം താൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷെ എങ്ങാനും ഏയ് നിർത്ത്. ഐ ലവ് യു. എന്തേ തിരിച്ചു പറയാൻ അറിയില്ലേ? സേ ഐ ലവ് യു ടു. ഐ ലവ് യു ടു. ഈ ഒരു ജീവിതകാലം മുഴുവൻ നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ? ഈ ഒരു ജീവിതകാലം മുഴുവനുമല്ല, ഇനി എത്ര ജന്മങ്ങളുണ്ടോ അത്രയും ജന്മം ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഇത് ആദ്യമായിട്ടായിരിക്കും അല്ലേ ഒരു ഹോസ്പിറ്റൽ റൂമിന്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെയൊക്കെ? മേ ബി. വേണമെങ്കിൽ നമുക്ക് വേറെ ചിലതും ഇവിടെ വെച്ചാക്കാം. എന്ത്? ഒന്നുമില്ല. ചുമ്മാ. അല്ല, തനിക്ക് ഏതൊക്കെ മെഡിസിനാ കഴിക്കാനുള്ളേ? നിക്ക്, ഞാൻ എടുത്തു തരാം.